അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് ജാർഖണ്ഡിലെ ഓണാഘോഷത്തിനാണ്. ആദ്യത്തെ പരിപാടി തന്നെ നമ്മളെല്ലാരും പരിചയപ്പെടലായിരുന്നു. ഈ ഒരു ഓണത്തിന് ഏറ്റവും സ്പെഷ്യൽ ആക്കുന്നത് ഓണം നടത്തുന്നത് ക്രിസ്ത്യൻ പള്ളിക്കാരും ക്ഷണിച്ച് നമ്മൾ മുസ്ലിങ്ങളും ബാക്കി എല്ലാ അലങ്കാരങ്ങളും ഹിന്ദു മതത്തിലുള്ള പോലെ ആയിരുന്നു. ഇത് തന്നെയാണ് കേട്ടോ നമ്മളെ കേരളക്കാരെല്ലാരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. ഇതാണ് നമ്മളെ വിളിച്ച നോബി ചേട്ടൻ. ഹാപ്പി ഓണം. അങ്ങനെ ഉദ്ഘാടനം കാര്യമൊക്കെ അച്ഛൻ നിർവഹിച്ച ശേഷം പിന്നെ അടുത്തതായിട്ട് തിരുവാതിരയായിരുന്നു. അല്ലെങ്കിലും തിരുവാതിര ഇല്ലാണ്ട് എന്ത് ഓണല്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് പെൺകുട്ടികളുടെ ഡാൻസ് ആയിരുന്നു. പിന്നെ അതിന്റെ ശേഷം എല്ലാരും പാടെ കൂടി ചേർന്നിട്ടുള്ള ഒരു സംഘഗാനായിരുന്നു. ഇടക്ക് മാവേലിന്റെ ഗ്രാൻഡ് എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞിട്ട് ഒരു ഉഷാറ് ഡാൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് വേറെ വേറെ പള്ളിക്കാരുടെ പാട്ടൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ബോയ്സ് ജൂനിയർ ടീമിന്റെ ഡാൻസ് ആയിരുന്നു. ചെക്കന്മാരൊക്കെ ഫുള്ള് കളർഫുൾ ആയിരുന്നു കേട്ടോ. ഇനിയാണ് നമ്മളെ വൈബിളുള്ള ആൾക്കാരുടെ ഡാൻസ് വരുന്നത് കേട്ടോ, നമ്മളുടെ യൂത്തന്മാരുടെ. അപ്പൊ തൽക്കാലത്തേക്ക് നമ്മളെ പാറ്റേൺ ഡാൻസ് ഇവിടെ നിർത്തുകയാണ്. ഇനി നമ്മളുടെ മെയിൻ പരിപാടിയാണ് ഗൈസ്. അടുത്തതായ നമ്മളെ മെയിൻ പരിപാടിയായ ഫുഡ് അടിക്കലാണ്. എല്ലാ ദൈവങ്ങളും അധ്വാനിച്ച് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മളും ഇറങ്ങി മേശ പിടിക്കാൻ. ബാക്കിയുള്ളവര് രണ്ടാളൊരു മേശ പിടിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരുന്നു. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഇരിക്കലില്ലായിരുന്നു കേട്ടോ, ഫുള്ള് വിളമ്പലായിരുന്നു. എല്ലാവരും ഗൈസ് ആൾക്കാർക്ക് വിളമ്പി കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, യാ മോനെ. പക്ഷെങ്കിൽ ഗൈസ് ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ റൗണ്ടിൽ ആമാദിച്ചിരിക്കരുത്. പെട്ടെന്ന് തന്നെ നമ്മളെ സീറ്റ് സെക്യൂർ ആക്കണം. നമ്മൾ പോയി ഒരു സ്ഥലത്ത് സെക്യൂർ ആക്കി. അങ്ങനെ ഉപ്പ് വന്നു, വർത്തായ്ക്ക് വന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് വരാൻ തുടങ്ങി. ഇതിനൊക്കെ ഒരു ഓർഡർ ഉണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. നമുക്ക് തിന്നാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ. ചോറിടാൻ വന്ന ചേട്ടനോട് ഞാനൊരു തമാശക്ക് പൊടിക്കുന്നു പറഞ്ഞതിന് ചേട്ടൻ സീരിയസ് ആയി. ഒരു പൊടിക്ക് ഇങ്ങനെ പരിപ്പൂടി വന്നോടെ സാമ്പാറിന് കാത്ത് കണ്ട് നമ്മൾ അടി തുടങ്ങി ഗൈസ്. വിളമ്പാരന്റെ ചോറ് വിളി കേട്ടിട്ട് അപ്പുറത്ത് ആരാടാ ചോറ് എന്ന് ചോദിക്കാൻ തുടങ്ങി ചേട്ടൻ. ചോറ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ കള്ളനാണ്. ഈ ചളി നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇതുപോലെ എത്ര ഹിന്ദി ചളികളുണ്ട് നമ്മളെടുത്ത്. അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നതാണ് എസ്തെറ്റിക്കലി എങ്ങനെയാണ് പായസം കുടിക്കാന്നുള്ളത്. ആദ്യമായിട്ട് ഇലയിലേക്ക് പായസം അങ്ങ് ഒഴിക്കുക, അതിലേക്ക് പഴം അങ്ങനെ പിച്ചി ചീന്തി അങ്ങ് ഇടുക, എന്നിട്ടൊരു പപ്പടം വെച്ചിട്ട് ഒരൊറ്റ അടി, എന്നിട്ട് നന്നായിട്ട് അങ്ങ് കുഴക്കുക. എന്റെ മക്കളെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കി, പിന്നെ നിങ്ങളെ മുന്നിൽ ബാക്കിയുള്ള ഡെസേർട്ട് ഒക്കെ മാറി നിൽക്കും. നല്ല ഫുഡ് നിങ്ങൾ കഴിച്ചോ. അങ്ങനെ നമ്മളെ വൈബ് കണ്ടിട്ട് അമ്മ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വരാം ഞങ്ങൾ വരാം, വിളിച്ചാ മതി. ജസ്റ്റ് ഒരു മിസ് കോൾ ഇട്ടാ മതി നമ്മളെടുത്തു. അങ്ങനെ വയറ് നിറഞ്ഞൊരു എമ്പക്കും വിട്ട് നമ്മൾ വീട്ടിൽ പോയി ഗൈസ്. അപ്പൊ സീ യു.